ഹായ് ഓൾ, അപ്പോൾ നമ്മുടെ കീം എക്സാം ഇതാ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മക്കൾ എല്ലാവരും തന്നെ കീം എക്സാമിനായിട്ടുള്ള തകർപ്പൻ പ്രിപ്പറേഷൻ അറിയാം. അപ്പോൾ എല്ലാവരും തന്നെ കീം എക്സാമിനായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഏപ്രിൽ 17-ാം തീയതിയാണ് മക്കളെ കീം എക്സാമിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത്. നിങ്ങൾ ആരും തന്നെ അവസാന തീയതിക്ക് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. എല്ലാവരും എന്ത് ചെയ്യുക, അപേക്ഷ സമർപ്പിച്ച് തുടങ്ങുക. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഏതൊക്കെ കോഴ്സുകൾക്കാണ് കീം എക്സാം വഴി പ്രവേശനം ലഭിക്കുന്നത്, ഏതൊക്കെയാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആരും കൺഫ്യൂഷൻ ആവശ്യമില്ല ഇവിടെ. അതായത് നിങ്ങൾ ആലോചിക്കുക, കേരളത്തിലെ മെഡിക്കൽ അല്ലെങ്കിൽ കോഴ്സുകൾ, അതേപോലെ തന്നെ ഫാർമസി കോഴ്സുകൾ, എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, അതേപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സുകൾ പ്രവേശനമാണ് കീം എക്സാം വഴി നടത്തുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ നമ്മുടെ നീറ്റ് എക്സാം വഴിയാണ് കേരളത്തിലെ മെഡിക്കൽ അല്ലെങ്കിൽ കോഴ്സുകളിലേക്ക് പ്രവേശനം എന്ന് പറയുന്നത്. നീറ്റ് എക്സാമിന്റെ സ്കോർ ബേസ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സുകളുടെ പ്രവേശനം പറയുന്നത് നാറ്റ സ്കോർ ബേസ്ഡ് ആണെന്ന് നമുക്കറിയാം. ഇതൊന്നുമല്ലാതെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം, അതേപോലെ തന്നെ മറ്റ് ഫാർമസി കോഴ്സുകളിലേക്ക് പ്രവേശനം കീം എക്സാം മുഖേനയാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോഴ്സുകൾ, ആർക്കിടെക്ചർ, ഫാർമസി, എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, ഇതിൽ ഏത് താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾ എല്ലാവരും തന്നെ കീം എക്സാം അപ്ലൈ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും കീം എക്സാം അപ്ലൈ ചെയ്താൽ മാത്രമേ എലിജിബിൾ ആവുകയുള്ളൂ. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ ഫാർമസി കോഴ്സുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കീം എക്സാം എഴുതേണ്ടതും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലെ പ്രവേശനമാണെങ്കിൽ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ 3 സബ്ജക്റ്റാണ് മക്കൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതേസമയം ഫാർമസി കോഴ്സിലെ പ്രവേശനം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി മാത്രം എഴുതിയാൽ മതി. എക്സാം പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സിലുള്ള പ്രവേശനമാണ് ആവശ്യമെങ്കിൽ ഫിസിക്സിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് മൊത്തം 45 ക്വസ്റ്റ്യൻസ് ആണ്. മാത്തമാറ്റിക്സിൽ 75 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ഇതേപോലെ കെമിസ്ട്രിയിൽ 30 ക്വസ്റ്റ്യൻസ് മക്കൾ അറ്റൻഡ് ചെയ്യണം. മൊത്തം 180 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഫാർമസി കോഴ്സുകളിലേക്കാണെങ്കിൽ മക്കൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ ഫിസിക്സിൽ നമുക്ക് 45 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രി 30 ക്വസ്റ്റ്യൻസ് ആണ്. മൊത്തം 90 മിനിറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. +2 സയൻസ് സ്ട്രീം എടുത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എലിജിബിൾ ആണ് എക്സാം എഴുതാനായിട്ട്. ഫിസിക്സ്, കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് വളരെ താല്പര്യമുള്ളവരാണെങ്കിൽ, കെമിസ്ട്രി നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ ഓപ്ഷൻ തന്നെയാണ് ഫാർമസി കോഴ്സ് എന്ന് പറയുന്നത്. ഫാർമസി കോഴ്സിൽ വലിയൊരു കരിയർ ആഗ്രഹിക്കുന്ന മക്കളെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫാർമസി കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. ഹ്യൂമൻ അനാറ്റമി, ഫിസിയോളജി, ഫാർമസ്യൂട്ടിക്സ്, ബയോഫാർമസ്യൂട്ടിക്സ്, ഇതിൽ ഫാർമസ്യൂട്ടിക്സിലാണ് മക്കൾ എന്താണ് ടാബ്ലറ്റ് എന്നും കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇത്തരം അനവധി കാര്യങ്ങൾ മക്കൾ എന്തായാലും കോഴ്സിൽ പഠിക്കാൻ പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കെമിസ്ട്രി അത്രയും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ സബ്ജക്റ്റ് തന്നെയാണ്, ഏറ്റവും പറ്റിയ കോഴ്സ് തന്നെയാണ് ബി.ഫാം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചൂസ് ചെയ്തോളാം. അതേപോലെ എന്താണ് എലിജിബിൾ കണ്ടീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റിൽ വരാൻ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് മിനിമം നോർമലൈസ് സ്കോർ 10 ഔട്ട് ഓഫ് ഇൻഡെക്സ് ഓഫ് 300 ആണ് പറയുന്നത് ക്രൈറ്റീരിയ ആയിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം ക്രൈറ്റീരിയ ഒന്നുമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടി പറ്റും. അതേപോലെ പറയുവാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി സബ്ജക്റ്റിൽ മക്കൾ ഒരു ക്വസ്റ്റ്യനെങ്കിലും, മിനിമം ഒരു ക്വസ്റ്റ്യനെങ്കിലും ആൻസർ ചെയ്താൽ മാത്രമേ നിങ്ങൾ ക്വാളിഫൈ ആവുള്ളൂ എക്സാം, അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആവും. അത് ശ്രദ്ധിക്കുക. മിനിമം ഒരു ക്വസ്റ്റ്യനെങ്കിലും ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി മക്കൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇത്തവണത്തെ കീം എക്സാം 2024 എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാം ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് വിത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ആ ഒരു ആൻസർ മക്കൾക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓരോ ഇൻകറക്റ്റ് ആൻസറിനും മക്കളെ 1 മാർക്ക് വീതം എന്തായി പോകും, ഡിഡക്റ്റ് ആയിട്ട് പോകും. കറക്റ്റ് ആൻസറിന് 4 മാർക്ക് വീതം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത് കൊണ്ട് മക്കൾ എല്ലാവരും ശ്രദ്ധിച്ച് വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അതായത് നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് ചാടിക്കയറി എന്ത് ചെയ്യരുത്, അറിയാത്ത ആൻസർ മക്കൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള കാര്യം ഓർത്ത് വെക്കുക. അതേപോലെ കീം എക്സാമിൻ്റെ ഡേറ്റ് നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. ജൂൺ 1-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ഡിഫറെൻറ്റ് സെഷൻസിലായിട്ട്, ഡിഫറെൻറ്റ് ഷിഫ്റ്റുകളായിട്ട് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ നോർമലൈസേഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ ടോട്ടൽ സ്കോർ ഔട്ട് ഓഫ് 300 ആണ് നോർമലൈസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഉഷാറായിട്ട് തന്നെ എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. സ്റ്റേ ട്യൂൺ. ബൈ.